ഹലോ. എല്ലാ അമ്മൂമ്മയെ സ്നേഹിക്കുന്നതും ഇതുവരെ സ്നേഹിച്ച് കൂടെ നിന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും എൻ്റെ സൈഡിൽ നിന്നും ഒരു നന്ദി ആദ്യം തന്നെ പറയുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഈ ഒരു സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെള്ളിയാഴ്ച വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല, അപ്പോഴും ഇപ്പോഴും അല്ല. എനിക്കിനി എപ്പോൾ ആകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും സ്നേഹം കൊണ്ട് അവിടുന്ന് ഒത്തിരി ദൂരത്തു നിന്ന് വന്ന ആൾക്കാരെയൊക്കെ 1-2 പേരെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഈവനിങ് ടൈം എല്ലാ ചടങ്ങുകൾക്ക് ശേഷം വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെയും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് നന്ദി പറയുന്നു. അമ്മൂമ്മയുടെ ഒരു നഷ്ടം ഒത്തിരി പേർക്ക് പേഴ്സണലി ഒരു ലോസ് പോലെയാണെന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം വായിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇനി അതൊന്നും വായിക്കാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊന്നും വായിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അമ്മൂമ്മയ്ക്ക് കഴിഞ്ഞു. വളരെയധികം എന്താ പറയുക, റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെൻ്റൽ അവസ്ഥയുള്ളത്. പിന്നെ ഞാനത് ട്രൈ ചെയ്യും. അമ്മൂമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മറവി, അതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓർത്തിരിക്കുവാണെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവിടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മൂമ്മയുടെ മുറിയിൽ കയറുമ്പോൾ ഇപ്പോഴും അമ്മൂമ്മയുടെ സ്മെല്ല് ആ മുറിയിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അതെന്നെ ഒത്തിരി അലട്ടുന്നുണ്ട്. അതും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ നിങ്ങളെ എല്ലാവർക്കും വേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മൂമ്മ അവസാനം പറഞ്ഞത് ഷെയർ ചെയ്യണം. എൻ്റെ സാഹചര്യം പോലെ എൻ്റെ മൈൻഡ് ഓക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളോടത് പറയാം. പിന്നെ നിങ്ങൾ ആരും കാണാത്ത അമ്മൂമ്മയുടെ ഏറ്റവും അവസാനത്തെ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം പിന്നീട് സമയമുള്ളതുപോലെ. പിന്നെ അമ്മൂമ്മയുടെ ഫസ്റ്റ് ചടങ്ങുകൾ വരുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് സഹകരിച്ച് എല്ലാവരെയും പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് കൂടുതലായിട്ടൊന്നും ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല. നന്ദി.